പ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനോ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനോ ക്യാമറയിൽ കുടുങ്ങിയാൽ ഇനി കളി മാറും. മോട്ടോർ വാഹന വകുപ്പിന്റെ പുത്തൻ ആയുധമായിട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ ഇ ചെല്ലാൻ പോർട്ടൽ സംസ്ഥാനത്ത് ഉടൻ നിലവിൽ വരും. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഈ സോഫ്റ്റ്വെയർ വരുന്നതോടുകൂടി പിഴയടയ്ക്കാതെ മാറി നിൽക്കുന്നവരുടെ കുടിശ്ശിക കുന്നുകൂടുന്നത് ഒഴിവാക്കാനും നിയമലംഘകർക്ക് കടുത്ത പൂട്ടിടാനും സാധിക്കും. നിലവിൽ സംസ്ഥാനത്തെ RTO ഓഫീസുകളിൽ ഈ പുതിയ സോഫ്റ്റ്വെയറിൻ്റെ പരീക്ഷണ ഓട്ടം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ പോർട്ടൽ യാഥാർത്ഥ്യമാകുന്നതോടെ ചെല്ലാൻ വന്ന് 45 ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ വാഹനത്തിന് നികുതി അടയ്ക്കൽ ഒഴികെയുള്ള മറ്റെല്ലാ RTO സേവനങ്ങളും കമ്പ്യൂട്ടർ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ചെയ്യും. ലൈസൻസ് പുതുക്കലായിക്കോട്ടെ, അതുപോലെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കൽ, ഉടമസ്ഥാവകാശം മാറ്റൽ, പെർമിറ്റ് തുടങ്ങിയ ഒട്ടുമിക്ക സേവനങ്ങളും ഇതോടെ വഴിമുട്ടും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വില കുറയ്ക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ തേടിയിരിക്കുകയാണ് സർക്കാർ. ജൂൺ 19 സംസ്ഥാന ബജറ്റ്. പെട്രോളിനും ഡീസലിനും സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന ഇന്ധന സെസ് പിൻവലിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും. സാമൂഹ്യ സുരക്ഷാ സെസ് അടക്കം 3 രൂപയാണ് ഓരോ ലിറ്റർ പെട്രോളിനും ഡീസലിനും കേരളത്തിൽ അധികമായിട്ട് ഈടാക്കുന്നത്. എന്നാൽ ഇന്ധന സെസ് പിരിക്കാനുള്ള നീക്കം വിചാരിച്ച ഫലപ്രാപ്തിയിലെത്തിയില്ലെന്ന് മുൻപ് തന്നെ വിലയിരുത്തലുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 2023-24 ബജറ്റിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാലാണ് സാമൂഹ്യ സുരക്ഷാ സെസ് പ്രഖ്യാപിച്ചത്. സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്താനായിരുന്നു ഈ സെസ് ഏർപ്പെടുത്തിയത്. എന്നാൽ സെസ് ഏർപ്പെടുത്തിയത് മൂലം സംസ്ഥാനത്ത് ഇന്ധന വിൽപ്പനയിൽ വലിയ കുറവുണ്ടായെന്നാണ് കണ്ടെത്തൽ. വില കുറയ്ക്കുന്നത് വഴി വിൽപ്പന കൂട്ടാമെന്നും ഉപഭോക്താക്കളുടെ അധിക ഭാരം ലഘൂകരിക്കാമെന്നുമാണ് സർക്കാർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ഇന്ധനവില കുറയ്ക്കുന്നതിലൂടെ വിൽപ്പന വർദ്ധിപ്പിച്ച് അതുവഴി നികുതി നഷ്ടം നികത്താമെന്നാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന ഉപദേശം. ഏതായാലും വരാനിരിക്കുന്ന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനമായി ഈ ഇന്ധനവില കുറവ് അത് ഇടം പിടിക്കാനാണ് സാധ്യത. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 269 SS പ്രകാരം സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ, അതിപ്പോൾ അച്ഛനായിക്കോട്ടെ, അമ്മ, അതുപോലെ തന്നെ ഭാര്യ ഉൾപ്പെടെ 20,000 രൂപയോ അതിൽ കൂടുതലോ തുക പണമായിട്ട്, അതായത് ക്യാഷ് ആയിട്ട് വായ്പ വാങ്ങാനോ തിരിച്ചടയ്ക്കാനോ പാടില്ല. ഈ നിയമം ലംഘിച്ചാൽ വാങ്ങിയ തുകയ്ക്ക് തുല്യമായിട്ടുള്ള തുക വായ്പ വാങ്ങിയ ആൾ പിഴയായിട്ട് കൊടുക്കേണ്ടി വരും. മുൻപ് വാങ്ങിയ കടത്തിൻ്റെ ബാക്കിയും പുതിയ തുകയും കൂട്ടിയാൽ 20,000 കടന്നാലും ഈ പരിധി ബാധകമാണ്. വലിയ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ ബാങ്ക് ട്രാൻസ്ഫർ, ചെക്ക് അല്ലെങ്കിൽ UPI പോലെയുള്ള ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ മാത്രം നടത്തുക. ഇടപാടുകൾ കണ്ടെത്തിയാൽ പണത്തിൻ്റെ ഉറവിടം വ്യക്തമാക്കാൻ പണം നൽകിയ ആളും ബാധ്യസ്ഥനാണ്. അതേസമയം സാധാരണ വായ്പകൾക്ക് 20,000 രൂപയാണെങ്കിൽ സെക്ഷൻ 269 ST പ്രകാരം ബിസിനസ്, അതോടൊപ്പം തന്നെ സ്വർണ്ണ കച്ചവടം തുടങ്ങിയ പൊതു ഇടപാടുകൾക്ക് ഒരു ദിവസം പരമാവധി 2 ലക്ഷം രൂപ വരെ പണമായിട്ട് സ്വീകരിക്കാം. ബാങ്ക് നിക്ഷേപങ്ങൾ, അതോടൊപ്പം തന്നെ വസ്തു കൈമാറ്റങ്ങൾ എന്നിവയിലൂടെ ആദായ നികുതി വകുപ്പ് ഇത്തരം നിയമലംഘനങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുമെന്നതിനാൽ തന്നെ വലിയ ഇടപാടുകൾക്ക് എപ്പോഴും ബാങ്കിംഗ് ചാനലുകളെ ആശ്രയിക്കുന്നതാണ് സുരക്ഷിതം. എന്നാൽ സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, കർഷകർ തമ്മിലുള്ള കൃഷി ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഈ നിയമത്തിൽ ഇളവുകളുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജൂൺ 19 സംസ്ഥാന ബജറ്റ് ഉണ്ടാവുക. ഈ ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ വിതരണമൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുക. നിലവിലെ അടിസ്ഥാന പെൻഷൻ തുക 3,000 രൂപയാക്കി ഉയർത്തുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ ഈ തുക ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകുമോ, അതോ മുൻ സർക്കാരുകളെ പോലെ 5 വർഷം കൊണ്ട് പടിപടിയായിട്ട് ഉയർത്തിയത് 3,000 രൂപയിൽ എത്തിക്കുകയാണോ ചെയ്യുക എന്നതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ധവളപത്രത്തിലൂടെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ധനവകുപ്പിന്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിഗണിച്ച ശേഷമായിരിക്കും സർക്കാർ ഈ ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ജൂൺ 19 ബജറ്റോടെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായ ഒരു വ്യക്തത വരുന്നതായിരിക്കും. പെൻഷൻ വിതരണത്തിനായിട്ട് 23 കടമെടുപ്പ് ഉണ്ടാകും. തുടർന്ന് 24-25 തീയതികളിലായിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കും. ഇത് സംബന്ധിച്ച നിർണായക ഉത്തരവ് ബജറ്റിന് മുൻപ് തന്നെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 26 മുഹറമാണ്. അതുകൊണ്ട് തന്നെ ആ തീയതിക്ക് മുൻപായി തന്നെ പെൻഷൻ്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതിനായിട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജൂലൈ മാസം ആദ്യ വാരത്തിന് മുൻപായി തന്നെ, അതായത് ഏകദേശം ജൂലൈ മാസം 5-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവർക്കും ജൂൺ മാസത്തിലെ പെൻഷൻ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കൂടാതെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അവർക്ക് ഈ മാസം ഒരു ഗഡു ലഭിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം. ബാക്കിയുള്ള പെൻഷനുകളുടെ കാര്യത്തിൽ കൃത്യമായ അറിയിപ്പുകൾ ലഭ്യമായിട്ടില്ല. പുതിയ സൂചനകൾ എന്തെങ്കിലുമൊക്കെ പുറത്തു വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഫിഫ ലോകകപ്പിനോട് അനുബന്ധിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായിട്ട് പ്രത്യേക ഓഫർ പദ്ധതിയുമായിട്ട് സപ്ലൈകോ എത്തിയിരിക്കുകയാണ്. സപ്ലൈകോ സോക്കർ 11 എന്ന പേരിലാണ് ഈ പരിപാടി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്.
ജൂൺ 15 മുതലാണ് പദ്ധതിക്ക് തുടക്കമാകുന്നത്. ലോകകപ്പിലെ പ്രമുഖ 11 ടീമുകളെ സപ്ലൈകോയുടെ 11 ശബരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ആകർഷകമായിട്ടുള്ള വിലക്കിഴിവുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ടീമുകളെയും ഓരോ പ്രത്യേക ഉൽപ്പന്നമായാണ് സപ്ലൈകോ നിശ്ചയിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ഓരോ മത്സരത്തിലും ടീമുകൾ നേടുന്ന ഗോളുകളുടെ എണ്ണത്തിന് തുല്യമായ ശതമാനം വിലക്കിഴിവ് ആ ടീമുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ശബരി ഉൽപ്പന്നത്തിന് ലഭിക്കും. ഈ വിലക്കിഴിവ് നിരക്ക് ആ ടീമിൻ്റെ അടുത്ത മത്സരം ആരംഭിക്കുന്നത് വരെ മാത്രമായിരിക്കും പ്രാബല്യത്തിൽ ഉണ്ടാവുക. തുടർന്ന് പുതിയ മത്സരത്തിലെ ഗോൾ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലക്കിഴിവ് പുതുക്കി നിശ്ചയിക്കുകയും ചെയ്യും. എന്നാൽ ലോകകപ്പിൽ നിന്ന് ടീമുകൾ പുറത്താകുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നത്തിൻ്റെ വിലക്കിഴിവും അവസാനിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 2ാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇന്നലെ തുടർച്ചയായ 2 ദിവസത്തിനിടെ ഗ്രാമിന് 690 രൂപയും പവന് 5520 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ കേരളത്തിലും രാജ്യാന്തര വിപണിയിലും സമീപകാലത്തെ ഇടിവാണ് സ്വർണ്ണവില നേരിട്ടത്. ഇന്നലെ 2026 ജൂൺ 11-ാം തീയതി വ്യാഴാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയും പവന് 1560 രൂപ കുറഞ്ഞ് 1,06,800 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.